കോഴിക്കോട് സരോവരത്ത് സുഹൃത്തുക്കൾ കുഴിച്ചുമൂടിയ യുവാവിന്റെ മൃതദേഹഭാഗത്തിനായി രണ്ടാം ദിവസവും പരിശോധന തുടരുന്നു. ഒന്നാം പ്രതി നിഖിലിനെ സരോവരത്ത് എത്തിച്ചാണ് പരിശോധന. കടാവർ നായയുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇതെന്താണ് വിജിലെന്ന യുവാവിന് സംഭവിച്ചതെന്ന് അറിയണം. ഈ മരണത്തിൻ്റെ ദുരൂഹതയുടെ ചുരുളഴിയണം. എങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണം? എങ്ങനെയാണ് വിജിൽ മരിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, ഇന്നലെ ഏതാണ്ട് രാവിലെ മുതൽ 5 മണിക്കൂറോളം പോലീസ് ഈ മൃതദേഹം ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കൃത്യമായി ആ മൃതദേഹം ഉള്ളയിടത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് വലിയ മഴ ജില്ലയിൽ പെയ്യുന്ന ഒരു സാഹചര്യം. സരോവര മേഖലയിലും നല്ല മഴയായിരുന്നു. ഒപ്പം ഈ ചതുപ്പ് നിലത്തിലേക്ക് ഈ യന്ത്രവൽകൃത സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥ, പ്രത്യേകിച്ചും മണ്ണുമാന്തി യന്ത്രമൊന്നും ഇറക്കാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ആദ്യം പോലീസ് ചെയ്തത് ആ ചതുപ്പ് നിലത്തിലേക്ക്, അതായത് ഈ മൃതദേഹമുണ്ടെന്ന് പറയപ്പെടുന്ന ഇടത്തേക്ക് ഒരു താൽക്കാലികമായ റോഡ് നിർമ്മിക്കുന്ന പ്രവൃത്തിയായിരുന്നു. റോഡ് നിർമ്മിച്ചാൽ മാത്രമേ അവിടേക്ക് ചെറിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആ ചതുപ്പിൽ പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ. സാധാരണ ആളുകൾ പോയാൽ പോലും താഴ്ന്നു പോകുന്ന തരത്തിൽ ഇളകി മറിഞ്ഞ ഒരു ചതുപ്പാണ് അവിടെ ഉള്ളത്. ഒപ്പം ഈ മുജാഹിദീൻ മഹാസമ്മേളനത്തിനായി കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ ഈ കുറച്ച് സ്റ്റേജ് നിർമ്മാണവും മറ്റ് ഈ പാർക്കിങ്ങിനായി പ്ലാറ്റ്ഫോമുകൾ ക്രമീകരിക്കുന്നതൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ നിർമ്മിച്ച അതിൻ്റെ അവശിഷ്ടമായുള്ള ഈ കുറ്റികളും തടിക്കഷ്ണങ്ങളും ഒക്കെ ഒരുപാട് ആ മേഖലയിലുണ്ട്. അതുകൊണ്ട് അവയും പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷം മാത്രമേ ഒരു പൂർണ്ണമായ തെരച്ചിലിലേക്ക് കടക്കാൻ കഴിയൂ എന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം ഈ 2019 മഹാപ്രളയത്തിൽ ഈ മേഖലകളൊക്കെ പൂർണ്ണമായും വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വലിയ ഒഴുക്ക് ഈ മേഖലയിൽ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. 2019 മാർച്ചിലാണ് മൃതദേഹം കുഴിച്ചിട്ട് എന്ന് ഈ പ്രതികൾ നിഖിലടക്കമുള്ളവർ സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ സെപ്റ്റംബറിലാണ് ഈ ഭാഗത്ത് വലിയ മഹാപ്രളയം ഉണ്ടാവുകയും വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് ഈ ഭാഗത്ത് തന്നെ കിടപ്പുണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് പോലീസിനും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കടാവർ നായ്ക്കൾ, അതായത് മനുഷ്യ ഗന്ധം, ഈ പ്രത്യേകിച്ച് മൃതദേഹങ്ങൾ തിരിച്ചറിയാനൊക്കെ കഴിയുന്ന കടാവർ നായ്ക്കളെ സ്ഥലത്തെത്തിച്ചൊക്കെയുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്തുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ പ്രളയത്തിലൊക്കെ മണ്ണടിഞ്ഞത് കാരണം നേരത്തെ ഉദ്ദേശിച്ചതിനേക്കാൾ 1.5 അടി താഴ്ചയിൽ മൃതദേഹം കണ്ടെടുക്കാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി താഴേക്ക് കൊണ്ടുപോകേണ്ടി വരും എന്നൊരു സാഹചര്യമാണ്. ഒപ്പം ഈ മണ്ണ് മാറ്റി പുറത്തേക്ക് എത്തുമ്പോൾ ഓരോ ബക്കറ്റും, അതായത് ഈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ബക്കറ്റും കൃത്യമായി പരിശോധിച്ച് നീക്കേണ്ട ഒരു സാഹചര്യമൊക്കെയാണ്. അങ്ങേറ്റം വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ പോലീസ് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ തെരച്ചിൽ നടത്തുന്നു. കാരണം ഈ പ്രതികൾ നിഖിലടക്കമുള്ളവർ പറയുന്നത് ഈ ഭാഗത്ത് തന്നെയാണ് മൃതദേഹം കുഴിച്ച് മൂടിയത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ വിജിലും 3 സുഹൃത്തുക്കളുമായി സരോവരം പാർക്കിനടുത്ത് വെച്ച് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുകയായിരുന്നു. അപ്പോൾ ഈ മയക്കുമരുന്ന് കുത്തിവെക്കുകയാണ് വിജിൽ ചെയ്തത്. അതായത് നിഖിലാണ് ഈ കുത്തിവെച്ച് നൽകിയത്. പക്ഷേ ഇതിനുശേഷം ബോധരഹിതനായി നിലം പതിക്കുന്നത് കണ്ടപ്പോൾ ഈ പലപ്പോഴും മയക്കുമരുന്ന് കുത്തിവെക്കുമ്പോൾ അബോധാവസ്ഥയിലേക്കൊക്കെ പോകും. പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞാൽ പൂർണ്ണ സ്ഥിതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടാവും. അങ്ങനെ കരുതിയാണ് തങ്ങൾ വീടുകളിലേക്ക് മടങ്ങിയത്. എന്നാൽ പിറ്റേ ദിവസം സ്ഥലത്തെത്തിയപ്പോഴും അനക്കമില്ലാതെ കിടക്കുന്നു. ശ്വാസോച്ഛ്വാസം പരിശോധിച്ചപ്പോഴാണ് മരണം സംഭവിച്ചതെന്ന് മനസ്സിലായത്. ഇതേ തുടർന്ന് ഇത് പുറത്തറിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രത്യാഘാതം ഭയന്നാണ് സമീപത്തുള്ള ഒരു ചതുപ്പിൽ മൃതദേഹം താഴ്ത്തിയതെന്ന് അവർ പോലീസിന് മൊഴി നൽകി. ഈ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ആ പ്രദേശത്ത് എത്തി നോക്കിയപ്പോൾ പ്രതികളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ? കാരണം ഇങ്ങനെ ഒരു മയക്കുമരുന്ന് ബ്രൗൺ ഷുഗർ ഉപയോഗിച്ച് അതേ തുടർന്നുണ്ടായ മരണം ഇത് പുറത്തറിയാതിരിക്കാൻ മൃതദേഹം കുഴിച്ചുമൂടി എന്ന് സുഹൃത്തുക്കൾ തന്നെ മൊഴി നൽകുന്നുണ്ട്. അതും അതിനപ്പുറം ഇരുവരും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നു? പ്രത്യേകിച്ചും ഇക്കാലത്ത് നമുക്കറിയാം ഈ ലഹരിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞ് യുവാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. അത് കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്തരമൊരു സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ടോം, പൂർണ്ണമായും ഇവരുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നാണ് പോലീസും പറയുന്നത്. കാരണം ഈ കൃത്യം നടന്ന ശേഷം, അതായത് വിജിലിനെ കാണാതായ ശേഷം വിജിലിൻ്റെ കുടുംബം, പോലീസ് എന്നിവരൊക്കെ ഇവരെ പലതവണ ചോദ്യം ചെയ്തതാണ്. അന്നൊക്കെ ഇവർ ഒരു തരത്തിലുമുള്ള ഇങ്ങനൊരു സംഭവം നടന്നതിൻ്റെ ലാഞ്ചന പോലും ഇവരുടെ മൊഴിയിൽ ഉണ്ടായിരുന്നില്ല. 3 സുഹൃത്തുക്കളും ഒരേ രീതിയിലാണ് മൊഴി നൽകിയത്. അതായത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോയി അവിടെ നിന്നും ട്രെയിൻ കയറി പോകും എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. ഒപ്പം ഇക്കാര്യം സാധൂകരിക്കുന്നതിനായി
ഈ വിജിലിൻ്റെ ബൈക്കും മൊബൈൽ ഫോണും ഒക്കെ ഈ കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു കാട്ടിൽ ഉപേക്ഷിച്ചു. ഈ മൊബൈൽ ലൊക്കേഷനൊക്കെ പിന്തുടർന്നൊക്കെ വന്ന് ഈ ബൈക്ക് കണ്ടെടുത്താൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് സൂക്ഷിച്ചിട്ട് പോയി എന്ന് തെറ്റിദ്ധരിക്കും. അത്തരം ഇടപെടലുകൾ പോലും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പലവട്ടം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ചോദ്യം ചെയ്തതാണ്. കാരണം ഈ സുഹൃത്തുക്കളോടൊപ്പമാണ് വെസ്റ്റ് ഹില്ലിലെ വീട്ടിൽ നിന്നും വിജില് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് കൂട്ടുകാരോടൊപ്പം പോന്നു എന്ന കൃത്യമായ ഒരു തെളിവ് കുടുംബത്തിലുണ്ടായിരുന്നു. അത് പോലീസിന് കൈമാറി. വിജിലിൻ്റെ കുടുംബവും ഇക്കാര്യം സുഹൃത്തുക്കളോട് പലവട്ടം സംസാരിച്ചു. അന്നൊന്നും സമ്മതിക്കാതിരുന്നതാണ് പിന്നീട് പോലീസിൻ്റെ സമർത്ഥമായ ഒരു അന്വേഷണത്തിൻ്റെ തുടർച്ച എന്നവണ്ണം ലഭിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഇവർക്ക് ഈ മൃതദേഹത്തിനോട് അപമര്യാദയിൽ പെരുമാറി തെളിവ് നശിപ്പിക്കൽ അങ്ങനെയുള്ള കുറ്റങ്ങളൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഈ മൃതദേഹം കണ്ടെടുക്കുക എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായ ചൂട്. കാരണം കേസ് തെളിയണമെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാഹചര്യ തെളിവുകൾക്ക് ബോധപരമായ തെളിവുകൾ ലഭിക്കണമെങ്കിൽ ആ മൃതദേഹം കിട്ടണം. പ്രത്യേകിച്ചും ഈ മൃതശരീരമൊക്കെ ഏതാണ്ട് അഴുകിപ്പോയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം 6 വർഷത്തിന് മേൽ പഴക്കമുണ്ട്. പക്ഷേ തലയോട്ടിയും അസ്ഥി ഭാഗങ്ങളുമൊക്കെ ലഭിക്കും. അതിൽ നിന്നൊക്കെ പുതിയ തെളിവുകളിലേക്ക് നീങ്ങാൻ കഴിയുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ മൃതദേഹം സംസ്കരിച്ച ശേഷം ഏതാണ്ട് 4 മാസം കഴിയുമ്പോൾ പ്രതികൾ വീണ്ടും ഇവിടേക്ക് എത്തുകയും ഈ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തു നിന്നും ഒരു അസ്ഥികഷ്ണം ശേഖരിച്ച് മരണാനന്തര കർമ്മങ്ങൾ കൂട്ടുകാർ തന്നെ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ആ പരികർമ്മി അടക്കം കണ്ടെത്താനുള്ള ശ്രമങ്ങളുമൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. അങ്ങനെ കൃത്യമായൊരു ആസൂത്രണം ഈ കൃത്യം നടന്ന ശേഷം പ്രതികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ തന്നെയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഈ കഥ മാത്രമാണ് പിന്നിലുള്ളത്. ഈ മയക്കുമരുന്ന് കുത്തിവെച്ചപ്പോൾ അങ്ങനെ മരിച്ചതാണോ, അതെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ പ്രതികളും വിജിലുമായി ഉണ്ടായിരുന്നു എന്നടക്കമൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ തന്നെ വരും. എന്തായാലും ഇപ്പോൾ 3 ദിവസത്തേക്കാണ് പോലീസിന് പ്രതികളെ പോലീസ് അന്വേഷണം നടത്തുകയാണ്. മറ്റെന്തെങ്കിലും ദുരൂഹത മരണത്തിലുണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് 6 വർഷം മുൻപുണ്ടായ ദുരൂഹ മരണമാണ്. ഇതിന്റെ ചുരുളഴിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്.